ഇത് നമ്മുടെ ഈ നോഹ പട്ടിയില്ലേ, അവൻ്റെ ഒരു കൂടാണ്. അത് ഞാൻ ചെറുതാക്കി ഒരു കീൽക്കൂടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കാരണം താഴത്തെ കൂട് കഴുകാൻ വേണ്ടിയിട്ട് അവരെ കിളികളെ ഇടണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു കൂട് സെപ്പറേറ്റ് വേറെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിനോട് യോജിപ്പിച്ചിട്ടാണ് ചെയ്തത്. ഇപ്പോൾ അവർ മേളിൽ കയറി ഇരിക്കുകയാണ്, താഴെയാണ് വരാനുള്ളത്. ഇത് ട്രേ വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് വാഷ് ചെയ്യണമെങ്കിൽ ഈ ട്രേ എടുത്ത് വാഷ് ചെയ്യണം. അന്നേരം അവരെ അതിൽ സംരക്ഷിക്കാൻ ഒക്കും. ഇത് ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, കണ്ടിട്ടുണ്ട്. അതുപോലെ ഉണ്ടാക്കിയിരിക്കുന്ന വെള്ളം അവിടെ നമ്മൾ ആഴ്ചതോറും കുപ്പി വെച്ചാൽ മതി. ഈ ട്രെയിൽ ഈ പാത്രത്തിലെ വെള്ളം തീരുന്നതനുസരിച്ച് അവർ തീരുന്നതനുസരിച്ച് അത് ഫില്ലായിക്കൊണ്ടേ ഇരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും നിറയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ അവർക്ക് തീറ്റി കൊടുത്തിട്ടുണ്ട്, മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കാൽസ്യത്തിൻ്റെ ആണ്. കാൽസ്യം ഒരു കടക്കാർ തന്നതാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ ഒരു എക്സസ് ഫാൻ വെച്ചിട്ടുണ്ട്. കാരണം താഴെയായിട്ട് ഒരു എക്സസ് ഫാനിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇല്ലെങ്കിൽ അത് ഭയങ്കര മണമെടുക്കും. പിന്നെ ഇവിടെ കർട്ടനുണ്ട്. ഈ കർട്ടൻ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എയർ വെളിയിലോട്ട് പൊക്കോളും. എല്ലാം ഇപ്പോൾ ഇവർ മേളിൽ കയറാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഇട്ടിട്ടുണ്ട്, വാതിലിട്ടിട്ടുണ്ട് ഇവിടെ. അതായത് ഈ താഴത്തെ കൂടി നിന്ന് മേലോട്ട് വരാൻ വേണ്ടിയിട്ട്. അവരിപ്പോൾ മേളിലാണ് ഇരിക്കുന്നത്. മേളിൽ നിന്ന് ബഹളമൊക്കെ ഉണ്ടാക്കുകയാണ്. എല്ലാം ഉണ്ട്. 3 എണ്ണം ഉണ്ട്. 3 എണ്ണത്തിൻ്റെ ഉണ്ട്. 3 എണ്ണം ഇവിടെ നടത്തി മേളിൽ കിടന്ന് കളിക്കുകയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴോട്ട് വരും. അത്രയേ ഉള്ളൂ. മക്കളെ വിളിച്ചാൽ കരയുന്നതാണ്. പക്ഷേ എന്താണ്, അങ്ങനെയാണ്. അതാണ് എൻ്റെ കൂട്. ഞാൻ ഉണ്ടാക്കിയതാണിത്. കുഴപ്പമില്ല, എന്തെങ്കിലും ടൈം പാസ് വേണ്ടേ. ഈ മേളത്തെ കൂട്, ഈ താഴത്തെ കൂട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഞാൻ ചെറിയ കൂട്ടിലോട്ടാക്കും. ഓക്കെ, വളരെ സന്തോഷം. ഇതാണ് നമ്മൾ ഇവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് മനസ്സിലുണ്ടാകുന്ന സന്തോഷം അതൊന്ന് വേറെയാണ്. അവരൊക്കെ എന്തൊക്കെ പറയുന്നു എന്നൊക്കെ നമുക്ക് ഗ്രഹിക്കാൻ ഒക്കും. കാരണം അവർ താഴത്തെ കൂട്ടിൽ നിന്ന് നിൽക്കുകയാണെങ്കിലും മേളിൽ നിന്ന് ആൾക്കാരിങ്ങനെ വേറെ പക്ഷികളിങ്ങനെ വിളിക്കുന്നത് കേൾക്കാം. രണ്ടും പരസ്പരം അങ്ങനെ താഴെ നിന്നും മേളിൽ നിന്നുമൊക്കെ അവർ വിളിക്കും. അത് നമുക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ.